സ്ക്വിഡ് ഗെയിം ഈ സീരീസ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നെറ്റ്ഫ്ലിക്സിൽ നിന്നും പുറത്തിറങ്ങി ഒരു അപ്രതീക്ഷിത ഹിറ്റ് അടിച്ച ഒരു സീരീസ് ആയിരുന്നു സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്നത്. ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുത്ത ഒരു സീരീസും കൂടിയായിരുന്നു. കാരണം അതിനെ ത്രില്ലടിപ്പിക്കാനുള്ള മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ ഗെയിംസ് ആയിരുന്നു. നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ഓരോരോ ഇവൻസുകൾ ഉണ്ടാകുക, ഓരോ കടമ്പകൾ കടക്കും തോറും നമ്മളെ ആദ്യം മുതൽ അവസാനം വരെ ആ ഓരോ എപ്പിസോഡ്സും നമ്മളെ അത്രയേറെ ത്രില്ലടിപ്പിച്ച് ഒരു സൂപ്പർ ഒരു എൻഡിങ്ങിൽ കൊണ്ട് നിർത്തി, ഒരു ട്വിസ്റ്റ് അടിച്ച് ഒരു എൻഡിങ്ങിൽ കൊണ്ട് നിർത്തുകയൊക്കെ ചെയ്ത ഒരു പ്രതികാരം, പക, ദ്രോഹം, സ്നേഹം, കരുണ, എല്ലാ ഇമോഷൻസും ഒന്നിച്ച് വന്ന ഒരു സീരീസ് ആയിരുന്നു. കാരണം ഒരു റോളർ കോസ്റ്റർ സാധനമായിരുന്നു, റൈഡ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഫസ്റ്റ് സീസൺ. അതിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഡിസംബർ 26-ന് നെറ്റ്ഫ്ലിക്സിൽ കൂടി തന്നെയാണ് അത് റിലീസായിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷാ. സ്ക്വിഡ് ഗെയിം സീസൺ 2 എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നീ എന്ത് പണ്ടത്തരമാടായി പറയുന്നത്, ഫസ്റ്റ് പാർട്ടിൻ്റെ ബാക്കിയല്ലേ സെക്കൻഡ് പാർട്ട് എന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു പേസ് ഉണ്ട്, അല്ലെങ്കിൽ അത് തരുന്ന ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ ഗെയിംസിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ത്രില്ലിംഗ് ആക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെയല്ല സെക്കൻഡ് പാർട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു വെക്കാനാണ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കേണ്ട അവസ്ഥയായി പോകും. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ എക്സ്പ്രസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് സീസൺ തീരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നായകൻ അതിൻ്റെ അകത്തുനിന്ന് രണ്ടാമത് ഗെയിമിലേക്ക് വരാനും ഗെയിമിൻ്റെ ആൾക്കാരെ പിടിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നുള്ളത് ഫസ്റ്റ് സീസണിൻ്റെ അവസാനം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പിന്തുടർന്ന് വരുന്നത്. അയാൾ വീണ്ടും ആ ഗെയിമിലേക്ക് എങ്ങനെ വരുന്നു, വന്നതിന് ശേഷം അയാൾ എങ്ങനെ ഇത് നടത്തിപ്പുകാരെ എങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളതാണ് സെക്കൻഡ് സീസൺ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ആ റൂട്ടും എങ്ങനെയൊക്കെയാണെന്നുള്ളത് സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നായകൻ ഓൾറെഡി ഗെയിം കളിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ രണ്ടാമത് ഗെയിമിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് എല്ലാം അറിയാം. അപ്പം അറിഞ്ഞു വെച്ചുകൊണ്ട് പുള്ളി എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യുന്നു, കൂട്ടത്തിലുള്ളവരെ രക്ഷിക്കുന്നുണ്ടോ, അതോ എല്ലാവരും മരിച്ചു പോവുകയാണോ എന്നൊക്കെ ഉള്ളതാണ് സീരീസ് പറയുന്നത്. അപ്പം അത്തരത്തിൽ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാനും അത്തരത്തിൽ ഇതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ഇവർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കൗട്ടും ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും പേഴ്സണലി സീസൺ 2 വർക്കായിട്ടുണ്ട്. ചിലയിടത്ത് കുറച്ച് ഫ്ലോസ് ഉണ്ട്, എന്നാൽ തന്നെ സെക്കൻഡ് സീസൺ എനിക്ക് ഒരു ഹാപ്പി ഫീലാണ് തന്നത്. തേർഡ് സീസൺ നെക്സ്റ്റ് ഇയർ 2025 വരും എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. അടുത്തൊരു സീസണോട് കൂടി ഇത് എൻഡ് ചെയ്യുകയാണെന്നാണ് ഓൾറെഡി അവരെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആകാംക്ഷ ഉണർത്തുന്നതും ഇപ്പം ഒരുപാട് ആകാംക്ഷയിലുമാണ് നിർത്തി വെച്ചിരിക്കുന്നത്. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. 7 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഒരു എപ്പിസോഡ് 1 hour വെച്ചാണ്, 7 മണിക്കൂർ ഇങ്ങനെ തീർന്നു പോകും. പെട്ടെന്ന് നിങ്ങൾ കണ്ടു തീർക്കും. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പുതിയ ഗെയിംസും ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, പുതിയ ഗെയിംസും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിലാണ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.